കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സോളാർ എനർജി മേഖലയിലേക്ക്. ജെബ് സോളാർ കമ്പനിയുടെ സഹകരണത്തോടെ ആരംഭിച്ച കൊളീഗ്സ് സോളാർ സൊല്യൂഷൻസ് കമ്പനിയുടെ ഉദ്ഘാടനം നടന്നു. പരിപാടിയോടനുബന്ധിച്ച് ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. വിശുദ്ധ റമദാൻ മാസത്തെ ഭക്തിയോടും ഐക്യത്തോടും കൂടി അടയാളപ്പെടുത്തിയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ വിരുന്നിനായി ഒത്തുകൂടിയപ്പോൾ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകയായി സംഗമം മാറി. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും കോർപ്പറേറ്റ് ശക്തികളോട് നേർക്കുനേർന്ന് പൊരുതി ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിവും ശേഷിയുള്ള സമൂഹമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കില്ലാത്ത പലരും ഉള്ള കമ്പനികളാണ് നമുക്ക് മുകളിൽ നിൽക്കുന്നത്. മൂലധനം ഇപ്പൊ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ ദശലക്ഷക്കണക്കിന് രൂപ അല്ലെ ഡോളറുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം മതിയാവുന്ന കമ്പനികൾ അതൊക്കെ. എത്ര കോടികൾ വേണമെങ്കിലും അവർക്ക് ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകളെ ഇവരുടെ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വയ്ക്കുവാൻ അവർക്ക് കഴിയും. ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇഫ്താർ നോമ്പ് തുറയ്ക്കൽ മാത്രമല്ല, അത് നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദയ പ്രചരിപ്പിക്കുന്നതിനും അനുകമ്പയുടെയും ഔദാര്യത്തിന്റെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ്. ഉസ്താദ് മുഹമ്മദ് റിഷാദ് അസ്ഹരി പറഞ്ഞു. അടിമകളായ മനുഷ്യരെ പലവിധേന പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ. ആത്മീയതയുടെയും സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശമാണ് ഓരോ നോമ്പുകാലവും നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്ന് ആത്മീയ ഗുരുക്കൾ പങ്കുവച്ചു. ഇഫ്താർ സംഗമത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. CCN സംഘടിപ്പിച്ച വിരുന്നിൽ ഈത്തപ്പഴം, പഴങ്ങൾ, സമൂസ, ബിരിയാണികൾ, ഉന്മേഷദായകമായ പാനീയങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരമ്പരാഗതവും രുചികരവുമായ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. ഊഷ്മളവും സ്വാഗതാർഹവുമായ അന്തരീക്ഷത്തിൽ നോമ്പ് തുറക്കാൻ ലഭിച്ച അവസരത്തിൽ പങ്കെടുത്തവർ തങ്ങളുടെ സന്തോഷവും നന്ദിയും പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.